എന്താ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. താങ്ക് യു ബെഞ്ചമിൻ. ഈ സമയത്ത് താൻ കൂടെയുള്ളത് ഒരു ആശ്വാസമാണ്. ആ റിപ്പോർട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. നൗ യു ക്യാൻ ഗോ. ഓക്കെ സാർ. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് പോയി വാങ്ങിക്കൊണ്ടുവരണം. രാജി, ഇന്ന് രാത്രി ഇവളുമാര് നമ്മളെ ഉറക്കില്ലെന്നാണ് തോന്നുന്നത്. വേണമെങ്കിൽ എടുത്ത് കഴിക്ക. മുത്തശ്ശി, ഇത് കഴിച്ചില്ലെങ്കിൽ വേറെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ ദൈവമേ, ഇപ്പൊ ഇടിവെട്ടി ഈ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പ് ഒഴിച്ചുള്ള ബാക്കി ഭാഗം കത്തിപ്പോണേ. എടുത്ത് കഴിക്കും മുത്തശ്ശി. അവർക്ക് കൊണ്ടുപോയി തല്ലാനെങ്കിലും ആരോഗ്യം വേണ്ടേ? വാദത്തിന്റെ പിടിയും വലിയൊക്കെ ഉള്ളതാ. പോലീസുകാര് കൊണ്ടുപോയി കൈയും കാലും ഒക്കെ വലിച്ചൊടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മോളെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ മരുന്നിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. മുത്തശ്ശി, നമ്മൾ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പിടികൂടിയ കേസിലാണെങ്കിൽ നമുക്ക് ഒരു പങ്കുമില്ല. ഇതൊക്കെ ആ രാധികയുടെ പ്രാക്കായിരിക്കും അല്ലേ? എടി, അവളുടെ പ്രാക്കൊന്നും അല്ല. അവളുടെ ഭഗവാനില്ലേ, നമുക്ക് തിരിച്ചടി തന്നതാ. ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല മുത്തശ്ശി. ഗൗതമും ഇല്ല, സിയയും ഇല്ല. കൂടെ ഉണ്ടായിരുന്ന ശരത്തും പോയി. എടി, ആ തല തെറിച്ചവനെ കണ്ടതാ ഏറ്റവും വലിയ കുഴപ്പമായത്. എടി, പോലീസുകാർ പറഞ്ഞത് കേട്ടില്ലേ? അവൻ മയക്കുമരുന്നിന്റെ ഏജന്റ് അന്ന്. നീയായിട്ട് കണ്ടുപിടിച്ചതല്ലേ അവനെ? മുത്തശ്ശി കണ്ടുപിടിച്ചവരെല്ലാം നല്ലതായിരുന്നു. അയ്യേ, ഇവരൊക്കെ പറയുന്ന പോലെ പുറത്തിറങ്ങാതെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമോ മുത്തശ്ശി? എനിക്ക് അറിഞ്ഞൂടാ. വയസ്സാം കാലത്ത് എനിക്ക് കിട്ടിയ ഒരു യോഗം. എൻ്റെ അമ്മേ, അയ്യോ. സർ, ബെഞ്ചമിൻ, കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ കുറെ തിരിമറികൾ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാ സാർ? എല്ലാം സാർ ഡെയിലി ചെക്ക് ചെയ്യുന്നതല്ലേ? എൻ്റെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ഡീപ്പാണ്. ഞാൻ പൂർണ്ണമായിട്ട് ചുമതല ഏറ്റെടുത്തതിൽ പിന്നെ കണിമംഗല ഗ്രൂപ്പിൻ്റെ കാര്യം അച്ഛനും ശ്രദ്ധിക്കാറില്ല. എനിക്കറിയാം സാർ. അല്ല, ഇതിനു മുൻപ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സാർ? സംഭവിച്ചിട്ടുണ്ട്. ചെറിയച്ഛനും മകൻ ഗൗതമിനും ഓഫീസിൽ ചുമതല ഉണ്ടായിരുന്നപ്പോ. പക്ഷെ ഇപ്പൊ അവരില്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത് സാർ. അഴിമതിക്കാരായ ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവര് ഒരു സ്ഥലത്ത് നിന്ന് പടിയിറക്കപ്പെട്ടാലും അവരുടെ വേരുകളിൽ ചിലത് അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. അല്ല, അങ്ങനെ ആരെങ്കിലും സാറിന്റെ ശമ്പളവും വാങ്ങിച്ച് ഇവിടെ തന്നെ പണിയെടുക്കുന്നുണ്ടോന്ന്? നോ ബെഞ്ചമിൻ, ഇവിടുത്തെ ഓരോ സ്റ്റാഫിനെയും എനിക്ക് നേരിട്ടറിയാം. അവരാരും അങ്ങനെ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാലം നല്ലതല്ല സാർ. തോളിൽ കയറിയത് ചെവിയിൽ കടി. സർ, മേ കം ഇൻ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. മനോഹർ, ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നോ? ചെക്ക് ചെയ്തു സർ, എല്ലാം സത്യം തന്നെയാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? അക്കൗണ്ട് സെഷൻ കാലാകാലങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ലേ? പിന്നെ നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് ഇത്തരം തിരിമറികൾ നടക്കുന്നത്? സർ, ഞാനൊരു 4 മാസം ലീവിലായിരുന്നല്ലോ. ഐ തിങ്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ആ കാലയളവിലാണ്. മിസ്റ്റർ മനോഹർ, ഏതൊക്കെ രീതിയിൽ
എവിടെ നിന്നൊക്കെ പണം ഒഴുകി പോയിട്ടുണ്ടെന്ന് നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വേണം നമുക്ക്. ഓക്കെ സർ. ആ, എന്നിട്ട് അത് ബാങ്കുകളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. കൂട്ടത്തിൽ അക്കൗണ്ട് സെക്ഷനിൽ പകരക്കാരായിരുന്നവരെ വരെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യണം എന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ്. ഓക്കെ? ഓക്കെ സർ. ഞാൻ മാക്സിമം നേരത്തെ റിപ്പോർട്ട് തയ്യാറാക്കാം. സർ, സ്വന്തം കമ്പനിയിൽ ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ സാർ അസ്വസ്ഥനാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ അതല്ല വേണ്ടത്. ദേ, സാറിന്റെ കമ്പനിയിൽ നിന്നും 1 രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കണം. അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ അത് പരിശോധിക്കണം സാർ. തിരുത്തേണ്ടവരെ തിരുത്തണം, ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യണം. ദേ, ഞാൻ കൂടെ ഉണ്ട് സാർ. എന്താ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. താങ്ക് യു ബെഞ്ചമിൻ. ഈ സമയത്ത് താൻ കൂടെയുള്ളത് ഒരു ആശ്വാസമാണ്. ആ റിപ്പോർട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. നൗ യു ക്യാൻ ഗോ. ഓക്കെ സാർ. ഹലോ ബെഞ്ചമിൻ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ ഗൗതം. എന്താ? കണിമംഗലം ഗ്രൂപ്പ്സിന്റെ ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നില്ലേ? വിതിൻ മന്ത്സ് ബെഞ്ചമിൻ എന്ത് സാധിക്കുമെന്ന് ഞാൻ തെളിയിക്കുന്നു. എന്ത് സംഭവിച്ചിപ്പോ? അക്കൗണ്ട് സെക്ഷനിൽ സർവത്ര തിരിമറി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത കോടികളുടെ നഷ്ടം കണിമംഗലം ഗ്രൂപ്പിനെ കാത്തിരിക്കുന്നു. ഒരറ്റം പരിശോധിച്ചപ്പോ തന്നെ വരുൺ നല്ല ടെൻഷനില്ല. ഇനി അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങുവാണെന്ന് പാവത്തിന് അറിയില്ലല്ലോ. താൻ സേഫ് ആയിരിക്കുമല്ലോ? നോ പ്രോബ്ലം. എന്നെ വരുൺ തന്നെ സംരക്ഷിച്ചോളൂ. ദാ ഇപ്പോ തന്നെ ഞാൻ വരുണിന്റെ ക്യാബിനിൽ നിന്നാണ് വരുന്നത്. എന്റെ സഹായമാണ് വരുൺ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ബെഞ്ചമിൻ. അച്ഛൻ പുറത്തിറങ്ങുമ്പോഴേക്കും അതിന്റെ നാശം ഏകദേശം പൂർണ്ണമാവണം. പിന്നെ ഒന്ന് കുഴി തോണ്ടി മൂടുന്ന ചടങ്ങേ ഉള്ളൂ. അത് അച്ഛന് തന്നെ വിട്ടുകൊടുക്കണം. കുഴി തോണ്ടുകയോ കുളം കുത്തുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. പക്ഷേ ഗൗതം, ഇക്കാര്യത്തിലൊന്നും എന്റേതല്ല ബ്രെയിൻ. എന്റെ സഹോദരി സാറയുടേതാ.